ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും അമ്മയും പൊന്നും കൂടിയിട്ട് വീടിനടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് തൊഴുതു. അപ്പോൾ വിഷ്ണു ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ അമ്പലത്തിലേക്ക് പോയി അവിടുന്ന് തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ പരിപാടി. അംഗൻവാടിയിൽ പോകണം, അവിടുന്ന് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ പിന്നെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇങ്ങനെ ആരംഭിച്ചു. അപ്പോൾ ഇന്നലെ തലേന്ന് 6-ാം തീയതി ഏട്ടൻ സർപ്രൈസ് ആയിട്ട് പൊന്നുണിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടൻ വന്ന് തന്നപ്പോഴാണ് ഞാനും അമ്മയും പോലും അറിഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ നാഗവല്ലിയെ പോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തിടുമായിരുന്നു. അപ്പോൾ ഡ്രസ്സും ഓർണമെൻറ്റ്സും പിന്നെ ചോക്ലേറ്റ്സും സ്പ്രേയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നു ഭയങ്കര ത്രില്ലായി, അതിലേറെ ഹാപ്പി ആയിരുന്നു ഞാനും അമ്മയും കൂടിയിട്ട്. അങ്ങനെ എൻ്റെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ഗിഫ്റ്റൊക്കെ കാണുമ്പോൾ പൊന്നൂര് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം തന്നെ അൺബോക്സ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ പുറത്തെടുത്തിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളായിരുന്നു കിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ബട്ടർഫ്ലൈയുടെ വിങ്സൊക്കെ ഏഞ്ചലിൻ്റെ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അടിപൊളിയാക്കി. പിന്നെ ഞാനും കിച്ചും പൊന്നും കൂടിയിട്ട് അംഗൻവാടിയിലേക്ക് പോയി. അവിടുന്ന് കേക്ക് കട്ട് ചെയ്യണം. പിന്നെ പെൻസിൽ ബോക്സും പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചറും പിള്ളേരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. രാവിലെ അംഗൻവാടിയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പൊന്നു പറഞ്ഞത് എന്നെ അവിടെ ആക്കല്ലേ എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇന്ന് പോകണ്ട, നമുക്ക് നാളെ മുതലേ പോകണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി വന്നത്. അവിടെ ആക്കുന്ന ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് പിന്നെ ചോക്ലേറ്റ്സും പെൻസിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പൊന്നൂട്ടി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ റെഡിയായി. അതിനുശേഷം അച്ഛനും അമ്മയൊക്കെ വന്ന് പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമായിരുന്നു. അങ്ങനെ ഇതായിരുന്നു പൊന്നൂട്ടിയുടെ കേക്ക്. ഞാൻ ഒരു മോഡൽ കൊടുത്തിട്ട് ചെയ്യിച്ചതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ വരുമോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക്. അങ്ങനെ പൊന്നൂട്ടിയുടെ കേക്ക് കട്ടിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് പുറത്തുനിന്ന് ഉണ്ടാക്കിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ബിരിയാണിയും പിന്നെ പായസം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ പൊന്നൂട്ടിയുടെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് കഴിഞ്ഞു. അപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും ഇറങ്ങി. അങ്ങനെ പിന്നെ ഞാനും പൊന്നും കൂടി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.